ഹൃദയത്തിൻ്റെ ഓട്ട അടയ്ക്കുക. 91 സങ്കീർത്തനം 1 മുതൽ 16 വരെ. ചിന്തയ്ക്കായിട്ട് 15 വാക്യം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ജീവിത സായാഹ്നത്തിലെത്തി അക്കരെ കടക്കുവാനുള്ള കടത്തുവഞ്ചി കാത്തു കഴിയുന്ന 2 വൃദ്ധ വനിതകളുടെ മായാത്ത ചിത്രം മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അവരിലൊരാൾ തളർവാദം പിടിപെട്ട് കിടപ്പിലായിട്ട് നാളുകളേറെയായി. പരാശ്രയം കൂടാതെ ഒന്നും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവർക്ക് ആരോടും ഒരു പരാതിയുമില്ല, പരിഭവവുമില്ല. അവരുടെ മുഖത്തു നിന്ന് പ്രസരിക്കുന്ന അഭൗമമായ തേജസ് ആരെയും അത്ഭുതപ്പെടുത്തി വന്നിരുന്നു. അവരുടെ തിളങ്ങുന്ന കണ്ണുകൾ ധൈര്യത്തിൻ്റെയും ശുഭപ്രതീക്ഷയുടെയും പ്രതീകങ്ങളായിരുന്നു. ജീവിതക്ലേശങ്ങൾ ഉഴുതുമറിച്ച അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി തുളുമ്പുതിരുന്നു. സമീപവർത്തികൾക്കും സന്ദർശകർക്കും സ്നേഹത്തിൻ്റെ കുളിർജലം പകർന്നു കൊടുക്കുന്ന ഒരു ദിവ്യ സ്രോതസ്സായിരുന്നു ആ പുഞ്ചിരി. ജീവിതത്തിൻ്റെ പ്രകാശപൂരിതമായ വശം മാത്രമല്ല, ഇരുണ്ട വശം കൂടി സസന്തോഷം സ്വീകരിക്കുവാൻ കഴിഞ്ഞു എന്നതായിരുന്നു ആ വൃദ്ധയുടെ ജീവിത രഹസ്യം. ഇതാരെക്കൊണ്ട് സാധിക്കും എന്ന് പലർക്കും സംശയം തോന്നാം. ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാണ് നാം എന്ന വസ്തുത ഓർമ്മിക്കുക. ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിതത്തിൻ്റെ കറുത്ത വശങ്ങളെ കൂടി സ്വാഗതം ചെയ്യുവാൻ കഴിയും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ പാടുവാൻ കഴിയും. കാർമുകിൽ ഭീകരമായി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ലും, നായതാൽ തീരുമൻ ഭാരം. മറ്റൊരു വൃദ്ധയുടെ കഥ കേൾക്കണോ? അവർ അവിവാഹിതയായിരുന്നു. പരാതിയല്ലാതെ മറ്റൊന്നുമില്ല അവർക്ക് പറയാൻ. അതൃപ്തിയും അസന്തുഷ്ടിയും നിറഞ്ഞ വാക്കുകൾ. ദൈവം പോലും തന്നോട് നീതിപൂർവം വർത്തിച്ചില്ലെന്നാണ് അവർ പറയുന്നത്. ലോകത്താടാകമാനം അവർക്ക് വെറുപ്പാണ്. ആരുടെയും സാമീപ്യം അവർക്കിഷ്ടമല്ല. അവരുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന രൗദ്രഭാവം ഭീതിതമാണ്. ജീവിതത്തിൽ അവർക്ക് ഒരു പ്രത്യാശയുമില്ല. ലോകത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യുവാനും അവർക്കില്ല. ഈ വൃദ്ധയെപ്പോലുള്ള അസംഖ്യം ആളുകൾ ലോകത്തിലുണ്ട്. ദൈവം നൽകുന്ന വാഗ്ദാനത്തിൻ്റെ മാരിവില്ല് കാണുവാൻ അവർ കണ്ണുകൾ ഉയർത്തുകയില്ല. സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സ്നേഹിക്കപ്പെടുവാൻ അവകാശമുള്ളൂ എന്ന യാഥാർത്ഥ്യം ഇങ്ങനെയുള്ളവർ വിസ്മരിക്കുന്നു. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുതിയ മേഖലകൾ കണ്ടെത്തുകയും അന്യരുടെ അപരാധങ്ങൾ കണക്കെഴുതി സൂക്ഷിക്കാതെ തുറന്ന മനസ്സോടെ എല്ലാവരെയും സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ശത്രുക്കളായി വർത്തിക്കുന്നവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സ്നേഹം കുലുക്കിയടന്ന് കിട്ടുകയുള്ളൂ. പക ഹൃദയത്തിൻ്റെ ഓട്ടയാണ്. നമുക്ക് ആരോടെങ്കിലും ഒരു ചെറിയ പകയുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹവും നമ്മിലേക്ക് പകരപ്പെടുന്ന സ്നേഹവും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കാതെ ചോർന്നു പോകും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓട്ട അടയ്ക്കുകയാണ് ഒന്നാമത് ചെയ്യുവാനുള്ളത്. ഓർക്കണമേ, മറ്റുള്ളവരെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ കാരണം നാം നമ്മെ തന്നെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതാണ്. മത്തായി എഴുതിയ സുവിശേഷം 7:17. നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.